സഹോദരാ സഹോദരാ വമൻ അറൽ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. വഅദകൽക്കാമെന്ന സഹോദരാ, നല്ല കച്ചവടമുണ്ടായിരുന്നല്ലോ, നല്ല സമ്പത്തുണ്ടായിരുന്നല്ലോ, സന്തോഷത്തോടെ ജീവിച്ചവനായിരുന്നല്ലോ. ഉസ്താദേ, കച്ചവടം മുഴുവനും തകർന്നു പോയി. എല്ലാം പോയി ഉസ്താദ്, എല്ലാം പോയി ഉസ്താദ്. നല്ല നിലയിൽ ജീവിച്ചവനായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. എന്ത് സംഭവിച്ചതെന്നറിയില്ല. നല്ല കച്ചവടമായിരുന്നു, കുമ്പളയും പരിസരത്തുമൊക്കെ നല്ല കച്ചവടമായിരുന്നു, നല്ല ലാഭമായിരുന്നു. പക്ഷേ എല്ലാം പോയില്ലേ, എല്ലാം പോയില്ലേ. എന്താണ് സംഭവിച്ചെന്ന് നിനക്കറിയോ? എന്തുകൊണ്ടാണ് ഒറ്റയടിക്ക് സർവ്വതും നഷ്ടപ്പെട്ടതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമൻ അറൽ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. അല്ലാഹു നിന്റെ മഈശത്ത് തകർത്ത് കളഞ്ഞില്ലേ? നീ ഖുർആനിനെ പരിഗണിക്കാതെ നടന്നവനല്ലേ? ഖുർആനിന്റെ ആയത്ത് നിനക്ക് പുച്ഛമല്ലേ? നീയൊക്കെ കളിയാക്കിയില്ലേ? നീയൊക്കെ നിസാരമാക്കിയില്ലേ? അല്ലാഹു നിന്നെ തകർത്തതാ സഹോദരാ. നിന്റെ കച്ചവടം അല്ലാഹു തകർത്തല്ലോ, നിന്റെ സർവ്വതും അല്ലാഹു തകർത്തല്ലോ. എടാ, സമ്പത്തുണ്ടായിരുന്ന നീ തന്നെ പറഞ്ഞില്ലേ മരിച്ചാ മതിയെന്ന്. ഉസ്താദേ, ആത്മഹത്യ ചെയ്യാതോതുകയാണ്. എന്തൊരു ജീവിതമാണ്, എന്തൊരു ജീവിതമാണ്. മെഴുകുതിരി ഉരുകുന്നത് പോലെ അല്ലാഹു നിന്നെ ഉരുക്കിയില്ലേ സഹോദരാ. ഇതാരെങ്കിലും സിഹർ ചെയ്തിട്ടല്ല, ആരെങ്കിലും നിന്നെ നശിക്കാൻ വേണ്ടി ചെയ്തിട്ടല്ല. നീ അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാതെ വന്നപ്പോ അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ, അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ. നീ ഉരുകുകയല്ലേ, നിനക്ക് സമാധാനമില്ലല്ലോ, നിനക്ക് സന്തോഷമില്ലല്ലോ. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അവസാനം നീ വിചാരിക്കും മരിച്ചാ തീർന്നെന്ന്. ഇല്ലടാ സഹോദരാ, ഈ കുമ്പോല് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നാളെ പരലോകത്തേക്ക് നീ എഴുന്നേറ്റ് വരുമ്പോ നിന്റെ കണ്ണ് കാണില്ല, നിന്റെ ചെവി കേൾക്കില്ല. അന്ധനെ പോലെ വരികയാ, അന്ധനെ പോലെ വരികയാ. നീ തന്നെ റബ്ബിനോട് ചോദിക്കുന്നു, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവേ, ദുനിയാവിൽ ജീവിക്കുമ്പോ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ, എനിക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ. ഇന്ന് കണ്ണ് കാണുന്നില്ല പടച്ചവര്, ഇന്ന് ചെവി കേൾക്കുന്നില്ല പടച്ചവര്. ഖാല റബ്ബി ലിമ ഹസറതനി അഅമാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവിന്റെ മറുപടി എന്തെന്നറിയുമോ? ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് പള്ളിക്ക് കൊടുക്ക്, പാപങ്ങൾക്ക് കൊടുക്ക്, രോഗികൾക്ക് കൊടുക്ക്, യതീമീങ്ങൾക്ക് കൊടുക്ക്. നല്ലത് ചെയ്യുന്ന അർത്ഥം ഞങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോ നീ പൊട്ടൻ കളിച്ചവനല്ലേ, കേൾക്കാത്തവനെ പോലെ നടന്നവനല്ലേ, കാണാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ. ഇന്ന് അല്ലാഹു നിന്നെ അങ്ങ് അങ്ങനെയാക്കിയിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സഹോദരാ, എന്തു പറ്റി നിനക്ക്? എല്ലാം നഷ്ടപ്പെട്ടല്ലോ. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി നിനക്ക് സമ്പത്തുണ്ടല്ലോ, വീടുണ്ടല്ലോ, കാറുണ്ടല്ലോ, ഭാര്യയുണ്ടല്ലോ, മക്കളുണ്ടല്ലോ. അല്ലാഹു നിനക്കെല്ലാം തന്നിട്ടും നിനക്ക് തോന്നാറില്ലേ ഈ ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നെങ്കില്? അല്ലാഹു എല്ലാം തന്നു, കാറും വീടും സമ്പത്തും മക്കളും ഭാര്യ എല്ലാം അല്ല തന്നു. സമാധാനം മാത്രം അല്ലാഹു തരുന്നില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ അതിന്റെ കാരണം? നല്ല കച്ചവടം ഉണ്ടായിരുന്നില്ല നിന്റെ കടയിൽ, നല്ല വരുമാനം ഉണ്ടായിരുന്നില്ല നിനക്ക്. എന്ത് പറ്റി? എല്ലാം പോയില്ലേ? എന്താ നിനക്ക് സംഭവിച്ചേ? എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് നീ തന്നെ പറയുന്നു മരിച്ചാ മതിയെന്ന്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എടോ, ഇന്ന് ലോകത്തില്ലാത്തത് സമാധാനമല്ലേ? എന്തിനാ ഈ മക്കാമിന്റെ മുമ്പിൽ സിറാജിന്റെ വഴുത് വെക്കാനായി ഇരിക്കണമൊത്തോ? എനിക്കറിയാല്ലെന്ന്. ഈ ആയിരക്കണക്കിന് പേര് എന്റെ വഴുത് വെക്കാമെന്നല്ല, എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യന്റെയും പടച്ചവനെ, ഇന്ന് ഈ ഉറൂസിന്റെ അവസാന ദിവസമാ. ഈ മക്കാമിൽ കിടക്കുന്ന മഹാനവറുകൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം. എന്റെ ജീവിതത്തിലെ പ്രയാസം മാറണം, എന്റെ സങ്കടം മാറണം, എനിക്കൊരു സമാധാനമുള്ള ജീവിതം വേണം. ഇന്നത്തെ ദുആ പ്രതീക്ഷിച്ചാ നിങ്ങൾ ഇരിക്കുന്നത്. അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഉത്തരം നൽകുമാറാകട്ടെ.
അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഉത്തരം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു പറ്റി നമുക്ക്? എന്താ നമുക്ക് സംഭവിച്ചേ? ഇവിടെ നമ്മൾ ഉസ്താദന്മാരെ കാണുമ്പോൾ പറയാറുണ്ടല്ലോ, ഉസ്താദെ ആകെ പ്രശ്നമാ. ഇവിടെ സമാധാനം കിട്ടാനുള്ള വഴി എന്താ? സമാധാനം കിട്ടാനുള്ള വഴി എന്താ? ഖുർആൻ തന്നെ പറയുന്നുണ്ട് സമാധാനം കിട്ടാനുള്ള വഴി. സമാധാനം കിട്ടാനുള്ള ഒന്നാമത്തെ വഴി, കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്താ? നിങ്ങൾ എന്താ എന്നെ നോക്കി ചിരിക്കണേ? സമാധാനം കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്താ? മുത്തല്ലിങ്ങള് എന്താ? കല്യാണം കഴിച്ചാൽ മതി, സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്രമാറാ. എന്ത് കഴിച്ചാ? ഇവിടെ അങ്ങനല്ലേ പറയാ? എന്താ മംഗലം കഴിച്ച? മംഗലം ആയാലും കൊള്ളാം, ചെമ്പുകലം ആയാലും കൊള്ളാം. ഇവിടെ കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉണ്ടോ? നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയട്ടെ? എൻ്റെ പൊന്നാര സിറാജ്, അള്ളാഹു അലം, പടച്ചവൻ നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വാപ്പ ആലോചിക്കുക, പൊക്കണോ വേണ്ടയോന്ന്. നാളെ റിപ്പബ്ലിക് ദിനമല്ലേ, കൊടി പൊക്കണ പോലെ വേണോ വേണ്ടേന്ന് ആലോചിക്കുക. എന്റെ പൊന്ന് സിറാജ, ഇവിടെ സ്വർഗത്തിലുണ്ടോടാ അല്ലേ? അത് നമ്മുടെ അവസ്ഥ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് അള്ളാന്റെ ഖുർആനാ പറഞ്ഞേ. നിനക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് നേരെ അല്ലാത്തോണ്ട, അത് മനസ്സിലാക്കിയാൽ മതി. ഖുർആൻ ഒരിക്കലും കള്ളം പറയില്ല. ഖുർആൻ പറയുന്നതനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ 101% ഉറപ്പ നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിന് വീടോ കൊട്ടാരമോ സമ്പത്തോ ഒന്നും വേണമെന്നൊന്നുമില്ല. അതിനൊന്നും വേണമെന്നില്ല. കടത്തിണ്ണയിൽ കടന്നുറങ്ങുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ കണ്ടിട്ടില്ലേ? ഓന് വല്ല പ്രശ്നമുണ്ടോപ്പാ? എന്ത് റാഹത്തായിട്ട് ജീവിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ സമാധാനം കിട്ടാനുള്ള ഒന്നാമത്തെ വഴി കല്യാണം കഴിക്കുക. അത് പോട്ടെ. 2, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സകന. ഒരാൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ ആ വീട് മനുഷ്യന് സമാധാനം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സമാധാനം തരുന്ന രണ്ടാമത്തെ സ്ഥലമേതാ? ഏതാ? വീട്. നീ ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും മൈസൂർ പോയാലും എവിടെ ഗോവയിൽ പോയാലും ഇനി മക്കത്ത് പോയാലും നീ എന്താ പറയണേ? വീടെത്തിയാ മതി, വീടെത്തിയാ മതി, വീടെത്തിയാ മതി. എന്ത് വീട്ടിൽ പോയാൽ സമാധാനം കിട്ടും? എടാ നീ വീട്ടിൽ പോകുന്നില്ലേടാ, കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ. കാരണം എന്താ, അങ്ങോട്ട് പോകാൻ തോന്നില്ല. അപ്പൊ എന്താ നിനക്ക് സമാധാനമില്ലാത്ത? വീട്ടിൽ എന്താ പ്രശ്നം? എന്താ? എടാ വീട്ടില് സന്തോഷവും സമാധാനവും ഭാര്യയും ഭർത്താവും കണ്ട അടിച്ചു കീറ ഗിരിയും പാമ്പിനെ പോലെ. ഉമ്മ തന്നെ ചോദിക്കുന്നു, എടാ നിങ്ങൾ രണ്ടുപേരും എന്റെ വയറ്റിൽ കിടന്നല്ലേടാ, എന്തിനാടാ ഇങ്ങനെ തല്ലണേ? എടാ വീട്ടിൽ കയറിയ നേരം പൊളുത്താ മതി രക്ഷപ്പെടാനുള്ള ഒരു തോന്നൽ. സന്തോഷമില്ല, സമാധാനമില്ല, റഹ്മത്തില്ല, ബർക്കത്തില്ല. എന്തു പറ്റി നിങ്ങൾക്ക്? നമ്മുടെ വീടിന് എന്തു പറ്റി? എന്ത് നമ്മുടെ വീടിന്റെ പ്രശ്നം? ചിലര് വന്നിട്ട് ചോദിക്കും, ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ. കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല ചങ്ങാതി. എടാ വീടിന്റെ കന്നിമൂലയുടെ കുഴപ്പമാണോ? വാതിൽ ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ? ബാത്റൂം ഇങ്ങോട്ടിരിക്കുന്നതുകൊണ്ടാണോ? ഇതാ ഇപ്പൊ മൊത്തം ഈ ഉമ്മത്തിന്റെ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. വീട് വെക്കണ സമയത്ത് കന്നിമൂല നോക്കണമായിരുന്നു, വെച്ചിട്ടല്ല നോക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവർ, അതൊക്കെ നോക്കേണ്ട സമയത്ത് നോക്കണം. ഇപ്പൊ ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ ആൾക്കാർ പറയുന്നത് ഇതൊക്കെ ഉസ്താദന്മാർക്ക് കൈക്കൂലി വാങ്ങാനുള്ള പരിപാടിയാണെന്നാണ്. ഒരിക്കലും അങ്ങനൊന്നും അല്ലട്ടാ. വസ്തുവും കന്നിമൂല, കഅബാലയത്തിന് പോലും കന്നിമൂലയുണ്ട്. പക്ഷെ അതൊക്കെ നോക്കേണ്ട സമയത്ത് നോക്കണം. ഇവിടെ ചില ഭൂമി നമ്മൾ വല്ലാതെ പേടിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു, നിങ്ങൾക്ക് ബോറടിക്കണുണ്ടാ? നിങ്ങളുടെ ഇരുത്തം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇരുന്നോട്ടെ. എനിക്കാണെങ്കിൽ എന്തോ വയ്യടോ, ഇരുന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഒരു ഫാത്തിഹ ഓതിക്കേ. ഇലാ ഹദ്റത്ത് റൂഹി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിതൊക്കെ പറയാറുണ്ടല്ലോ സഹോദര, ഇതൊന്നും നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ചില വീട്, ചില വസ്തു, ചില ഭൂമി, അതൊക്കെ പ്രശ്നമുള്ള ഹദീസ് എത്രയുണ്ടല്ലോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യാത്രയാ. അപ്പൊ എല്ലാവർക്കും വല്ലാത്ത ക്ഷീണമായി. കുഴപ്പമില്ല, വേണ്ടപ്പോ വീണ് മരിക്കാൻ യോഗം ഉണ്ടെങ്കിൽ ഷഹീദിന്റെ കൂലിയാ. ഒരാൾ മരിച്ച 40 പേര് നല്ലത് പറഞ്ഞാൽ സ്വർഗം ഉണ്ടെന്നാ. ഇവിടൊക്കെ ഇരുന്ന് മരിക്കണമെങ്കിൽ അതിന് യോഗം വേണം. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ നബി തങ്ങളുടെ സഹാബത്തും വല്ലാത്ത ക്ഷീണമായി. അങ്ങനെ ഒരു സ്ഥലത്ത് എല്ലാവരും കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടി ഉണർന്നപ്പോ സുബഹിന്റെ സമയം കഴിഞ്ഞു. സുബഹിന്റെ സമയം കഴിഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, ബിലാലെ ബിലാലെ, എന്തേ ബാങ്ക് വിളിക്കാത്തെന്തേ, എന്തേ വിളിക്കാഞ്ഞത്? ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത്ര നബിയെ ഉറങ്ങിപ്പോയി, നബിയെ എല്ലാരും ഉറങ്ങി, ഞാനും ഉറങ്ങിപ്പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, എല്ലാരും എഴുന്നേക്കാൻ പറഞ്ഞു, പെട്ടെന്ന് റെഡിയാവും, പോ, ഇവിടെ നിൽക്കണ്ട, എല്ലാരും പോ. പെട്ടെന്ന് ധൃതി കാണിച്ചു. നീ എല്ലാവരും ധൃതി കാണിച്ചു പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് പോകാൻ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ? നബി തങ്ങളുടെ മറുപടി, നമ്മൾ എല്ലാവരും സുബഹി ഖളാ ആകുന്ന രീതിയിൽ ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് ശൈത്താനിന്റെ സാന്നിധ്യമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാരും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ, ഈ സ്ഥലത്ത് ശൈത്താനിന്റെ സാന്നിധ്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാ. ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു, നബിയെ, എനിക്കൊരു തറവാടുണ്ടായിരുന്നു, സന്തോഷം, സമാധാനം എല്ലാമായിരുന്നു നബിയെ. പക്ഷെ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് താമസം മാറിയതോടെ എൻ്റെ മകൻ മരിച്ചു, രോഗമായി, എൻ്റെ ഭാര്യയ്ക്ക് രോഗമായി, സമ്പത്ത് മുഴുവനും തകർന്നു, വല്ലാത്ത പ്രയാസത്തിലാ. നബി തങ്ങൾ പറഞ്ഞു, ആ വീട് വിറ്റേക്കാൻ. നബി തങ്ങൾ പറഞ്ഞു, ആ വീട് വിറ്റേക്കാൻ. എന്റെ സഹോദര, എത്രയോ സത്യമാ. ചില വീടുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വലിയ പ്രയാസമാ. അള്ളാഹു നമ്മുടെ വീടുകളിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പക്ഷെ നമ്മുടെ വീടിന്റെ പ്രശ്നം കന്നിമൂലയോ വാതലോ ബാത്റൂമോ പൈപ്പോ ഹോളോ ഇതൊന്നുമല്ല. നമ്മുടെ വീടിന്റെ യഥാർത്ഥ പ്രശ്നം എന്താ? ഒരു കണ്ണുനീരാ. അള്ളാഹു ആ കണ്ണുനീര് തുടയ്ക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ വീടിന്റെ പ്രശ്നം എന്താ? ഒരു കണ്ണുനീര്. ആ കണ്ണുനീര് നിന്റെ വീട്ടിൽ വീഴുന്ന കാലത്തോളം ആ വീട്ടിൽ ഒരിക്കലും സമാധാനം അള്ളാഹു തരില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏതാണ് ആ കണ്ണുനീര്? 5 കാര്യങ്ങൾ തേങ്ങുന്നുണ്ട്. 5 കാര്യങ്ങൾ തേങ്ങുന്നുണ്ട്. ആ തേങ്ങല് നല്ലതല്ല. ആ 5 കാര്യങ്ങളിൽ ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീടിന്റെ അകത്ത് ഖുർആനുണ്ട്. നിന്റെ വീടിന്റെ അകത്ത് ഖുർആനുണ്ട്. ആ ഖുർആൻ വീട്ടുകാര് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ആ ഖുർആൻ കരയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിന്റെ അകത്തുണ്ട്. അലമാരിക്കകത്ത് ഇങ്ങനെ കാഴ്ച വസ്തു പോലെ വെച്ചിരിക്കുകയാണ്. തുറക്കാറില്ല, തുടയ്ക്കാറില്ല, ചുംബിക്കാറില്ല. അലമാരിക്കകത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ആ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പാരായണം ചെയ്യാതെ വന്ന കരയും വാപ്പാ, കരയും പെങ്ങളെ. അല്ലാഹുവിന്റെ കലാമിന്റെ കണ്ണുനീര് വീണ എങ്ങനാ സമാധാനമുണ്ടാവുക? എങ്ങനാ ബർക്കത്തുണ്ടാവുക? എങ്ങനെയാ സന്തോഷമുണ്ടാകുക? കോടികൾ ചെലവഴിച്ച് നീ കൊട്ടാരം പണിതല്ലോ, സമാധാനമുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറ. നീ ജനിച്ചു വളർന്ന ഒരു ഓടിട്ട ചെറിയ കൂരയുണ്ടായിരുന്നല്ലോ. നീയും നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടപ്പറപ്പും. പടച്ചവനെ, 2ഉം 3ഉം ബെഡ്റൂം ഇല്ല, ഒരു ഹാളും അടുക്കളയും ഒരു റൂമും. പടച്ചവനെ, അന്യ സംസ്ഥാന തൊഴിലാളി കിടക്കുന്നത് പോലെ ഉള്ളത് വിരിച്ചിട്ട് കിടന്നുറങ്ങുമായിരുന്നു. പുതയ്ക്കാൻ പുതപ്പില്ലാതെ ഉടുത്തമുണ്ട് നിങ്ങൾ ഉരിഞ്ഞ് അതാ പുതയ്ക്കുമായിരുന്നു. അന്ന് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. കൂടപ്പറപ്പുകൾ തമ്മിൽ വല്ലാത്ത സ്നേഹമാ, വൈരാഗ്യമില്ല, വാശിയില്ല. ആ ചെറിയ കൂരയ്ക്കകത്ത് ഇന്ന് പോയി കിടന്നാലും സമാധാനമാ. പക്ഷേ നിന്റെ കൊട്ടാരത്തിന്റെ അകത്തില്ലടോ. അതിന്റെ കാരണം എന്തേ നിനക്ക് തിരിയാത്തത്? നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഒരു വീടുണ്ട്. അവിടെ കട്ടിലുമില്ല, AC ഇല്ല, ബെഡ്റൂം ഇല്ല, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, ഒന്നുമില്ല. ചിലപ്പോ അങ്ങോട്ട് വിരിക്കും, നേരം അങ്ങോട്ട് കിടക്കും. എന്നാ സമാധാനം, എന്തൊരു സന്തോഷം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹ് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
ഇപ്പൊ കോടികൾ വെച്ച് കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കൊട്ടാരം. ഉണ്ടോ സമാധാനം? കിടന്ന ഉറക്കം വരുന്നില്ല, സമാധാനമില്ല. അങ്ങോട്ട് കേറിയാൽ തന്നെ ബദർ യുദ്ധവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ എവിടെന്നാ തേക്ക്? നിനക്ക് സാധാരണ തടിയൊന്നും പറ്റാത്ത കൊണ്ട് ഈട്ടി തേക്ക്. ഓ അല്ലാ, എന്നിട്ട് സമാധാനം ഉണ്ടോ? കാരണം നീ പഠിക്ക്. നമ്മുടെ ആ കൂരയും ഈ കൊട്ടാരവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മുടെ ഉമ്മ മരിച്ചവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മഗ്രിബിന് 10 മിനിറ്റ് മുമ്പ് ഉമ്മ വുളുവെടുത്ത് നിസ്കാരപ്പായിൽ വരും. എന്നിട്ട് ഉമ്മ പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നത് വരെ ഉമ്മ ഈ ദിക്റും പറഞ്ഞുകൊണ്ടിരിക്കും. മഗ്രിബിന് ബാങ്ക് വിളിച്ചു, ഉമ്മ ഫർള് നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും. സുന്നത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഉമ്മ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കും. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ. മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഉമ്മ ഈ 5 സൂറത്ത് പാരായണം ചെയ്യുമായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ കോടികൾ ചെലവഴിച്ച നമ്മുടെ കൊട്ടാരത്തിൽ 6 മണി കഴിയുമ്പോൾ നമ്മുടെ പെണ്ണുമ്പിള്ള അങ്ങോട്ട് വന്നിട്ട് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ചിട്ട് ഓള് TV അങ്ങോട്ട് ഓണാക്കും. ഏഷ്യനെറ്റ് ഇടും, സൂര്യ ഇടും, കൈരളി ഇടും, മഴവിൽ മനോരമ ഇടും. ഓരോന്നിങ്ങനെ മാറ്റി മാറ്റി നെക്കിക്കൊണ്ടിരിക്കും. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. ഇതാണ് നമ്മുടെ വീടിന്റെ അവസ്ഥ. എടോ, ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലം നമ്മുടെ ഉമ്മ, നിങ്ങൾ ആലോചിക്ക്. പണ്ട് പലിശക്ക് എടുക്കണ്ടോ? നിന്റെ വാപ്പ നിന്റെ പെങ്ങളെ കെട്ടിച്ചത് പലിശക്ക് എടുത്തിട്ടാ? അല്ലെങ്കിൽ നാട് മുഴുവനും നടന്ന് പിരിവെടുത്തിട്ടാ? വാപ്പ ലോൺ എടുത്തിട്ടാ നിന്റെ പെങ്ങളെ കെട്ടിച്ച്? നിന്റെ വാപ്പ വീട് വെച്ചത് ലോൺ വെച്ചിട്ടാ? അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് സംഘടനകളുടെ മുമ്പിൽ പോയിട്ട് അപേക്ഷ കൊടുത്തിട്ടാ? അല്ല സഹോദര. നിന്റെ വാപ്പ 8 മണി 9 മണിക്കുള്ളിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. രാവിലെ എഴുന്നേക്കും. 3 നേരം നല്ലതുപോലെ വാപ്പ കഞ്ഞിയും പയറാണെങ്കിൽ തിന്നുമായിരുന്നു. നിനക്ക് ഉറങ്ങാൻ സമയമില്ല, തിന്നാൻ സമയമില്ല. സമയത്ത് ആഹാരം കഴിക്കണ എത്ര പേരുണ്ട്? സമയത്ത് ഉറങ്ങണ എത്ര പേരുണ്ട്? മഹർ കൊടുത്ത് വിവാഹം കഴിച്ച സ്വന്തം പെണ്ണുമ്പിള്ളയുടെ കൂടെ സമയം ചെലവഴിക്കാൻ നിനക്കൊക്കെ സമയമുണ്ടോ? സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ സ്നേഹിക്കാൻ സമയമുണ്ടോ? പിന്നല്ലേ നിസ്കരിക്കാൻ സമയം? രാവും പകലും കിടന്നിട്ട് കാള കഷ്ടപ്പെടുന്നത് പോലെ കഷ്ടപ്പെട്ടിട്ടും തികയുന്നുണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളത് പറഞ്ഞാൽ ഇഷ്ടപ്പെടൂലടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഉള്ളതാടോ. ഏത് വാപ്പയാ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള? പറ. ഇരിക്കണ ആരുടെ വാപ്പായ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള? വാപ്പ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് വന്നിട്ട് വല്ല റമളാൻ മാസത്തിലാ വാപ്പ താമസം ഉറങ്ങുന്നത്. നേരത്തെ കാലത്തെ ഭക്ഷണവും കഴിച്ച് അവരൊക്കെ ഉറങ്ങുമായിരുന്നടോ. അവര് സമയത്ത് ഭക്ഷണം കഴിക്കും, നിസ്കരിക്കും, ഉറങ്ങും, എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ രാവും പകലും കഷ്ടപ്പെട്ടിട്ട് തികയുന്നുണ്ടോ? ആകെ 2 പെൺപിള്ളാരല്ലേ ഉള്ളൂ. അതിനെ കെട്ടിക്കാൻ വേണ്ടി എത്ര കൊല്ലം കൊണ്ടുണ്ടാക്കുന്നു. എന്നിട്ട് എവിടെ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ അതിന്റെ കാരണം? സൂറത്തുൽ വാഖിഅ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. നബിതങ്ങൾ പറഞ്ഞു സൂറത്തുൽ വാഖിഅ, വാപ്പ നിന്റെ വീട്ടിൽ നീ നിർബന്ധമാക്കണം. നിന്റെ ഭാര്യയോടും നിന്റെ പെൺമക്കളോടും പറയണം, ഈ വീട്ടിൽ മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ പ്രധാനമന്ത്രി നീയാ. ആ വീടിന്റെ അകത്ത് നിനക്ക് അധികാരമുണ്ട്. നിന്റെ വീട്ടിൽ നീ ബില്ല് പാസ്സാക്കണം. മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ആരെങ്കിലും വാഖിഅ നിർബന്ധമായി വീട്ടിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ അള്ളാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, നീ ഉസ്താദന്മാര് വരുമ്പോ, തങ്ങന്മാര് വരുമ്പോ, ഉസ്താദെ ഒന്ന് വരുവോ, തങ്ങളെ ഒന്ന് വരുവോ ദുആ ചെയ്യാൻ? ഇല്ലേ? തങ്ങളെ ഒന്ന് വാ, എന്റെ വീട്ടിൽ വന്ന് ദുആ ചെയ്. ഉസ്താദെ എന്റെ വീട്ടിൽ വന്ന് ദുആ ചെയ്. പുറകെ നടക്കണില്ലേ നീ? സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ സൂറത്ത് നിന്റെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്ത ചങ്ങാതി ഉസ്താദല്ല, ആലിമല്ല, ഹാഫിളല്ല, തങ്ങളല്ല ചങ്ങാതി. ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ വരും നിന്റെ വീട്ടിലേക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചരിത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. ഒരു സ്വഹാബി സൂറത്ത് ഓതുകയാ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ തന്റെ വീട്ടിൽ തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒട്ടകങ്ങളും കുതിരകളും കിടന്ന് ചാടാൻ തുടങ്ങി. സഹാബി പേടിച്ച് വെളിയിലിറങ്ങി. എന്താ പടച്ചോനെ? നോക്കുമ്പോ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. സഹാബി 2ാമത് വീടിനകത്ത് കയറി ഖുർആൻ ഓതി. ശബ്ദം കേട്ടു. ചാടി ഇറങ്ങി വരുമ്പോ മൃഗങ്ങളൊക്കെ ശാന്തരാകുന്നു. അവസാനം സഹാബി ഖുർആൻ മടക്കി വെച്ച് ഓതൽ നിർത്തി.
പിറ്റേ ദിവസം നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് സഹാബി പറഞ്ഞു, ഇന്നലെ എൻ്റെ വീട്ടിൽ ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു നബിയെ. നബിതങ്ങൾ ചോദിച്ചു, ഏത് സൂറത്താ ഓതിയെ? സൂറത്തു റഹ്മാനാ പാരായണം ചെയ്തത്. മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ചാടിയതാണെന്ന് നബിഗിന റസൂലുള്ളാഹി. അള്ളാന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് ഈ നാൽക്കാലികൾ കണ്ടിട്ട് അത് കിടന്ന് ചാടിയതാ, അല്ലാതെ വേറൊന്നുമല്ല. ഇതാണ് സൂറത്തു റഹ്മാൻ. മലക്കുകളുടെ ദുആ ഉണ്ടാകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഒരു സഹാബി യാത്രയിൽ രാത്രി ഒരു സ്ഥലത്ത് ഉറങ്ങിക്കുമ്പോൾ നല്ല ഖുർആൻ ഓതുന്ന ശബ്ദം, മരുഭൂമിയിൽ ഖുർആൻ ഓതുന്ന ശബ്ദം. സഹാബി ചാടി ഇറങ്ങി, തമ്പിൽ നിന്ന് തന്റെ കൂടാരത്തിൽ നിന്ന് ചാടി പുറത്തിറങ്ങി. ആരാ അല്ലാ ഈ രാത്രി ഖുർആൻ ഓതണേ? ആരെയും കാണുന്നില്ല. കിടന്നാ ഓതുന്നേ. കാരണം കിടക്കുന്നത് ഖബറിന്റെ മുകളിലാ. സഹാബിക്ക് മനസ്സിലായി കിടക്കുന്നത് ഖബറിന്റെ മുകളിലാ. ഖബറിനകത്തിരുന്നിട്ട് സൂറത്തുൽ മുൽക്ക് ഓതുകയാ. നബിതങ്ങളുടെ മുമ്പിൽ ചെന്ന് വലിയ അത്ഭുതത്തോടെ പറഞ്ഞപ്പോൾ നബിതങ്ങൾ വെച്ചാൽ അതിപ്പോ എന്താ വലിയ അത്ഭുതം എന്താ? എടോ, ഖബറിനകത്ത് വരുവടോ സൂറത്തുൽ മുൽക്ക്. 6 അടി മണ്ണിനകത്ത് കിടക്കുമ്പോഴാ സൂറത്തുൽ മുൽക്കിന്റെ മഹത്വം മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു സജദ വലിയ സൂറത്തൊന്നും അല്ലല്ലോ. സൂറത്തു സജദ പാരായണം ചെയ്യ്. ഹജ്ജിന്റെ കൂലി ഉണ്ടെന്ന, ഹജ്ജിന്റെ കൂലി, ഉംറയുടെ കൂലി ഉണ്ടെന്ന സൂറത്തുൽ സജദ പാരായണം ചെയ്താൽ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരമുണ്ടെന്ന് നബിഗിന റസൂലുള്ളാഹി. യാസീൻ ഓതുന്നത് എന്തിനു വേണ്ടിയാണോ അത് കിട്ടൂന്ന. അതാ ഈ മരിച്ച വീട്ടിൽ ആരെങ്കിലും ബക്കറ ഓതാറുണ്ടോ? നമുക്ക് കല്യാണ വീട്ടിൽ ആരെങ്കിലും വേറെ ഏതെങ്കിലും എവിടെ പോയാലും യാസീൻ അല്ലേ ഓതുന്നത്? എന്താ യാസീനിന്റെ പ്രത്യേകത? യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിന്റെ വീട്ടിൽ സമാധാനം വേണമെങ്കിൽ 4 ഭാഗത്ത് നടക്കലോ കുറ്റിവെക്കലോ വാതില് മാറലോ അടുക്കള മാറലോ കക്കൂസിന്റെ കുഴിമാറ്റലോ അല്ല. ആദ്യം വീട്ടിൽ ചെന്നിട്ട് ഒളിവെടുത്തിട്ട് അള്ളാന്റെ ഖുർആൻ എടുത്തിട്ട് ആ പൊടിയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒരു ചുംബനം കൊടുത്ത കണ്ണുനീര് നീ തുടച്ച നിന്റെ വീട് സ്വർഗമാകും. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ കണ്ണുനീര് തുടച്ചാൽ നമുക്ക് സമാധാനമുള്ള ജീവിതമുണ്ടാകും. നമുക്ക് ആ ദുആ ഉണ്ടാകും. ആ ബറക്കത്ത് നമുക്ക് ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് എല്ലാവരും ഖുർആൻ ഓതൂല്ലേ? ഖുർആൻ ഓതൂല്ലേ? ഇൻഷാ അള്ളാഹ് കാണാതെ ഓതണ്ട. അതൊക്കെ റമദാൻ നമസ്കരിക്കുമ്പോ ഓദിക്കും ഇൻഷാ അള്ളാഹ്. ഇന്നു മുതൽ ഇൻഷാ അള്ളാഹ് മരിക്കുന്ന കാലം വരെ സിറാജെ ഞാൻ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും, 114 സൂറത്തുണ്ട്, ഏതെങ്കിലും ഒരു സൂറത്ത് ഇൻഷാ അള്ളാഹ് മരിക്കുന്നത് വരെ ഞാൻ ഖുർആൻ എടുത്തു വെച്ച് പാരായണം ചെയ്യും. ഇനി ഇല്ലെങ്കിലും അള്ളാന്റെ ഖുർആൻ എല്ലാ ദിവസവും കൈകൊണ്ടെടുക്കുമെന്ന് നിയ്യത്ത് ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ചെയ്തൂടെ? കാണാതെ ഓതണ്ട, അത് വേറെ. കാണാതെ ഓതുന്നതിനേക്കാളും പ്രതിഫലം കണ്ടോതുന്നതിനാ. കണ്ടോതിയ അതിന് വേറെ പ്രതിഫലവാ. കാണാതെ ഓതുന്നതിന് പ്രതിഫലം കുറവാ. കണ്ടോതുന്നത് ഖുർആൻ നോക്കി ഓതുന്ന പ്രതിഫലം കിട്ടും. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ രാത്രി ഇവിടെ ഇരുന്നു കൊണ്ടൊരു തീരുമാനമിട്. ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും ഞാൻ ഖുർആൻ കൈകൊണ്ട് തൊടും. ഒരു സൂറത്തെങ്കിലും ഒരായത്തെങ്കിലും ഞാൻ പാരായണം ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്ന് കൈപൊക്കിക്കേ. അതെന്തപ്പോ അരകയ്യന്മാര്? അള്ളാഹുവേ, ഈ ഉയർത്തിയ കയ്യ് മരിക്കുമ്പോൾ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അള്ളാഹുവേ, ഈ ഉയർത്തിയ കൈ കൊണ്ട് നബിതങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഈ ഭാഗ്യം തരണേ അല്ലാഹ്. ഈ ഉയർത്തിയ കൈകൊണ്ട് നന്മതിന്മ എഴുതിയ കിതാബ് വലത് കൈകൊണ്ട് തന്നെ വാങ്ങാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഈ ഉയർത്തിയ ഈ കൈ കൊണ്ട് അള്ളാഹുവേ നബിതങ്ങളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, ഈ കൈ ഉയർത്തിയവരെ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകണേ തമ്പുരാനെ. ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകണേ തമ്പുരാനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ആ കൈ വെക്കാത്തവന് എടാ ഖുർആൻ ഒരു ഇൻഷാ അല്ലാഹുടെ സ്ഥാനത്തല്ലേ കൈവക്കല്? ഇൻഷാ അല്ലാഹുടെ സ്ഥാനത്താ. ഞാൻ തൊടാനും പിടിക്കാനൊന്നും പറഞ്ഞില്ല. ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടാം, ഒന്ന് നിയ്യത്ത് ചെയ്യുന്നതിന് തുല്യമാണ് ഈ കൈവക്കല്. ഒന്നും കൂടെ കൈവക്കിക്കേ. കാല് വേണമെങ്കിലും പൊക്കും. അൽഹംദുലില്ലാഹ്. ഈമാൻ തരുമാർ. ഖുർആനിലെ ഒരു സൂറ തന്നെ സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സൂറത്തിനെ സ്നേഹിക്കോ? എന്താ മലയാളിമാരൊക്കെ ഒരു സൂറത്തിനെ സ്നേഹിക്കോ? ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ തന്നെ പോകാം.
നബിതങ്ങളുടെ മുമ്പിൽ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഇമാമ് എപ്പോ നോക്കിയാലും കുൽഹു അല്ലാഹ് ഓതിയിട്ടാ നിസ്കരിക്കണേ. ഞങ്ങളുടെ ഇമാമ് എപ്പോ നിസ്കരിക്കുമ്പോഴേ ഏത് സൂറത്താ ഓതുന്നേ? നമ്മൾ പറയുന്ന അവർ പരാതി വലിയ സൂറത്ത് ഓതുന്നില്ലെന്ന്. നമ്മുടെ പരാതി ഉസ്താദെങ്ങാനും വലിയ സൂറത്ത് ഓതിയ പുറകിൽ നിന്നിട്ട് ഉസ്താദ് കൂടിപ്പോയിന്ന ടീമാ നമ്മൾ റമദാൻ വരുമ്പോ ഏറ്റവും എളുപ്പത്തിൽ തീരുന്ന പള്ളി തേടിയിട്ട് ഓടുന്നവരാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ പരാതി കേട്ടപ്പോ ഈ സഹാബിയെ കണ്ടു. എന്തേ ചങ്ങാതി ഇങ്ങനൊരു പരാതി വന്നു നിനക്കെതിരെ? നീ എപ്പോ നോക്കിയാലും ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു, എന്താന്ന് ചോദിച്ചു. വേറെ സൂറത്തൊന്നും ഇല്ലേ? അല്ല നബി, എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാണ്. സൂറത്തുൽ ഇഖ്ലാസ് എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. അതെന്തേ 114 സൂറത്തുണ്ടല്ലോ, ഈ സൂറത്തിനോട് മാത്രം നിനക്ക് ഇത്ര സ്നേഹമെന്തേ? സഹാബിയുടെ മറുപടി, തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്തല്ലേ നബിയെ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്, അല്ലാഹയെ കുറിച്ച് മാത്രം പറയുന്ന സൂറത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ. അതുകൊണ്ടാണ് നബിയെ ഞാൻ എപ്പോഴും ഓതുന്നേ. പൊക്കോളാൻ പറഞ്ഞു. ആ സഹാബിയോട് പൊക്കോളാൻ പറഞ്ഞു. പരാതി പറഞ്ഞവരോട് പറഞ്ഞു, ആ പോകുന്ന മനുഷ്യന് സ്വർഗത്തിലാണെന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ ഏത് സൂറത്തിനെയാ സ്നേഹിക്കണ്ടേ? ഏത് സൂറത്തിനെയാ സ്നേഹിക്കണ്ടേ? സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തിനെ സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം പടച്ചവനെ സ്വർഗമാ സ്വർഗമാ സ്വർഗമാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്നേഹിച്ച പോരടാ ചെറുപ്പക്കാരാ, പാരായണം ചെയ്യണേ, പാരായണം ചെയ്യണേ, പാരായണം ചെയ്യണേ. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹ 10 മറ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. ഏതെങ്കിലും ഒരു മനുഷ്യന് 10 പ്രാവശ്യം പാരായണം ചെയ്താൽ സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും 10 പ്രാവശ്യം പാരായണം ചെയ്താ അല്ലാഹുവിന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം പണിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവരെ ഈ സൂറത്തിനെ സ്നേഹിക്കണേ, ഈ സൂറത്ത് പാരായണം ചെയ്യണേ. ആരെങ്കിലും 10 പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവന് നാളെ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിതു കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിതൂടെ? സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിതൂടെ? ഇൻഷാ അല്ലാഹ്. അപ്പൊ സ്വർഗ്ഗത്തിൽ നമുക്ക് കുറ്റിയടിക്കാം. ഇപ്പൊ തൽക്കാലം വീട് പണിയാൻ സമയമില്ലാത്തത് കൊണ്ട് കുറ്റിയടിക്കാം. എല്ലാവരും ഒന്ന് നേരെ ഇരുന്നേ. സ്വർഗ്ഗത്തിൽ ഒരു വീടിന് കുറ്റിയടിക്കാം. നേരെ ഇരുന്നാ ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറ്റിയടിച്ചോ? കുറ്റിയടിച്ചോ? ഇനി തറ കെട്ടണ്ടേ? ചുവര് കെട്ടണ്ടേ? വാർക്കണ്ടേ? പൂശണ്ടേ? പെയിന്റ് അടിക്കണം, വയറിങ്, പ്ലംബിങ്, ടൈല് എല്ലാം ചെയ്യണം. അപ്പൊ വീടിന്റെ പണി പൂർത്തിയാകണമെങ്കിൽ ഇനി എത്ര എണ്ണം ഓതണം? ഇനി എത്ര എണ്ണം ഓതണം? 9 എണ്ണം കൂടെ ഓതിയ സ്വർഗത്തിൽ വീടായി. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടെത്തുന്നതിന് മുമ്പ് സ്വർഗത്തിലൊരു വീട് പണിതിട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ നിർത്തുകയാ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ അള്ളാന്റെ ഖുർആൻ കൈകൊണ്ട് തൊടുവോ? തൊടുവോ? മോനെ വെറുതെ തൊടണ്ടടാ ചെറുപ്പക്കാരാ. ഒരാളും വെറുതെ തൊടണ്ട, ഒരാളും വെറുതെ തൊടണ്ട. അള്ളാന്റെ ഖുർആൻ കൈകൊണ്ട് തൊട്ടാൽ ആ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമെന്ന് തീരുമാനിച്ച നിനക്കല്ല തരുന്ന പ്രതിഫലം പറയാ. ധൈര്യമുണ്ടെങ്കിൽ കേൾക്ക്, ഈമാനുണ്ടെങ്കിൽ കേൾക്ക്. അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. അവൻ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലാണ് മരിച്ചത്. നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴാ മരിച്ചത്. റമദാൻ 27 മരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നിനക്ക് വല്ലതും കിട്ടാനുണ്ടോ? നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്ക, പാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ ഉസ്താദെ, ഇവന്റെ പറച്ചിൽ കേട്ട ഇവൻ സ്വർഗത്തിലാണെന്നാ. അല്ലാഹു മന്ദരുമാറാകട്ടെ. നിന്റെ വാപ്പ 27 രാവിലെ മരിച്ചാൽ നിനക്കെന്ത് കിട്ടും? നിനക്കൊന്നും കിട്ടൂല. എടാ, വാപ്പ മരിച്ചെങ്കിൽ വാപ്പായ്ക്ക് കിട്ടും. നീ മരിക്കുമ്പോ നല്ലതുപോലെ മരിച്ചാലല്ലേ നിനക്ക് കിട്ടൂ.
അപ്പൊ അള്ളാന്റെ ഖുർആൻ ഓതാൻ തീരുമാനിച്ച നിനക്ക് അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, ആ അള്ളാഹ് നിനക്ക് നല്ല മരണം തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന്, നിനക്ക് അള്ളാഹ് നല്ല മരണം തരും. രണ്ട്, നീ ജീവിതത്തിൽ ഒരുപാട് മയ്യത്ത് കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ ആയിരക്കണക്കിന് മയ്യത്ത് കണ്ടിട്ടുണ്ട്. എല്ലാ മുഖവും ഓർമ്മ ഉണ്ടോ? ഇല്ല. നീ കണ്ട എല്ലാ മുഖവും നിനക്ക് ഓർമ്മയില്ല. എന്നാ ചില മുഖം ഇന്നും നിന്റെ ഹൃദയത്തിൽ ഓർമ്മയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലേ? ചിലരുടെ മരിച്ചു കിടക്കുന്ന മുഖം ഇന്നും മനസ്സിലുണ്ടോ? എന്തൊരു പ്രകാശമെന്നറിയോ? അവരുടെ മുഖത്ത് എന്തൊരു ചിരിയാന്നറിയോ? ഇന്നും നമ്മുടെ മനസ്സിൽ ഫോട്ടോ എടുത്തു വെച്ചതുപോലെ നല്ല മരണം പറയുമ്പോൾ ചിലരുടെ മുഖം ഓർമ്മ വരും. അങ്ങനെ ഓർമ്മ നീ മരിക്കുമ്പോഴും ഉണ്ടാകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിന്റെ മയ്യത്ത് കാണുന്നവര് നിന്നെ മറക്കൂല, നിന്റെ ജനാസ കാണുന്നവര് നിന്നെ മറക്കൂല. അങ്ങനെ ഒരു മരണം അള്ളാഹു നിനക്ക് തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മൂന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാഹു തരുന്ന പ്രതിഫലം, നിന്റെ മയ്യത്ത് ചുമക്കാൻ VVIPകൾ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആര് വരും? ആര് വരും? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ജനാസ ചുമക്കാര് ഈ കുമ്പോല് പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടടാ പൊന്നുമോരെ. നാട്ടുകാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. മരണ വാർത്ത അറിയുന്നവര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. പടച്ച റബ്ബേ, ടാർപ്പ കെട്ടുന്നു, കസേര നിരത്തുന്നു, ചൂടുവെള്ളം തയ്യാറാകുന്നു. ഓരോരുത്തരും വന്ന് പടച്ചവനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവസാനം ജനങ്ങൾ മുഴുവനും വീട്ടിൽ കടന്നു വന്നു. ഈ ചെറുപ്പക്കാരാ, നിന്റെ മരണമാടാ പറയുന്നത്, നിന്റെ വീടിന്റെ അവസ്ഥയാ പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത ഈ കുമ്പോരിലെ ചെറുപ്പക്കാരോട് പറയുകയാ, പൊന്നുമക്കളെ, അവസാനം നിന്റെ ജനാസ എടുത്തുകൊണ്ട് വീടിന്റെ പുറകിൽ ഒരുക്കി വിട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോവുകയാ. നിന്റെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാണ്, നജസുകൾ ഒഴിവാക്കുകയാണ്, നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാണ്. പടച്ചവരെ, ചൂടുള്ള വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ്, നല്ലതുപോലെ കുളിപ്പിക്കുകയാണ്, സുഗന്ധമിട്ട വെള്ളം ഒഴിക്കുകയാണ്, അവിടെ നിന്ന് ഒതുവെടുപ്പിക്കുകയാണ്, തുടച്ചു വൃത്തിയാക്കുകയാണ്, വെള്ളത്തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ. എന്നിട്ട് പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എല്ലാവരും മാറി നിന്ന് കഴിയുമ്പോ അതാ കുട്ടികളെ എടുത്തു കൊണ്ടുവരുന്നത് പോലെ നിന്റെ ജനാസ കൊണ്ടുവരികയാണ്. വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ നിന്റെ ജനാസ കൊണ്ടുവന്ന് കിടത്തുകയാണ്. അല്ലാ, കാലുകുത്താ സ്ഥലമില്ലടാ ചെറുപ്പക്കാരാ. എല്ലാവരും വന്നിട്ടുണ്ടടാ, വിളിച്ചില്ലെന്ന് പരാതിയില്ല. നാട്ടുകാര് മുഴുവനും, കുടുംബക്കാര് മുഴുവനും, കൂട്ടുകാര് മുഴുവനും, പള്ളിയിലെ ഉസ്താദന്മാരുൾപ്പെടെ സർവരും നിന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അല്ലാഹുവേ, വല്ലാത്ത തിരക്കാട്. ആ സമയത്ത് നിന്റെ ജനാസയുടെ തലയുടെ ഭാഗത്തിരിക്കുന്ന ആ മനുഷ്യൻ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. കാണേണ്ടവരൊക്കെ കണ്ടോ, പൊതിയാൻ പോകുകയാണ്, പൊതിയാൻ പോകുകയാണ്. വല്ലാത്ത തിരക്കാട് ചെറുപ്പക്കാരാ. അപ്പോഴാരോ വിളിച്ചു പറയുകയാണ്, കണ്ടതൊക്കെ മതി പൊതിയാറ്, കണ്ടതൊക്കെ മതി പൊതിയാറ്. റബ്ബേ, നിന്റെ ജനാസ പൊതിയുകയാണ്. നിലവിളിയാ. നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാണ്. ചെറുപ്പക്കാരാ, കുമ്പോല് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുക
പറയുന്ന വാഹനമുണ്ടല്ലോ, കേറാത്ത വീടില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരേ മോഡലാ. ഫ്രീ സർവീസാ മോര്. ഡ്രൈവർ വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഇൻഷുറൻസ് വേണ്ട. മോനെ പെറ്റിയടിക്കാൻ ആരുമില്ലാത്ത വാഹനമാ വീടിന്റെ മുറ്റത്ത് ഫ്രീ ആയി കൊണ്ടുവച്ചിരിക്കുകയാ. നിന്റെ ജനാസ അതിലേക്ക് എടുത്തു വെച്ചു, നിന്റെ ജനാസ അതിലേക്ക് എടുത്തു വെച്ചു. ഇനി അത് ചുമക്കണം മോനെ, ഇനി അത് ചുമക്കണം ബാപ്പാ. ഇനി നീ പറ, ആരാ ചുമക്കേണ്ടത്? നിസ്കരിക്കാത്തവനാണോ? കള്ളു കുടിക്കുന്നവനാണോ? വ്യഭിചരിക്കുന്നവനാണോ? പലിശ തിന്നുന്നവനാണോ? അള്ളാനെ മറന്നു നടക്കുന്നവനാണോ? ഏഷണിയും പരദൂഷണവും പറയുന്നവനാണോ? നിന്റെ ജനാ VIP അല്ലേ? നീ അള്ളാന്റെ ഖുർആൻ പാരായണം ചെയ്തവൻ, നീ അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിച്ചവനല്ലേ? നീ ഖുർആനിനെ ആദരിച്ചവനല്ലേ? നീ ലോക്കലല്ലോ. VIP മരിച്ച VIP വരണമല്ലോ. അതുകൊണ്ട് സഹോദര, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരൂല, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരൂല, കേരള പോലീസ് വരൂല. എന്നാ വരുമടാ ചെറുപ്പക്കാരാ, നിന്റെ ജനാസ ചുമക്കാ ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ, അല്ലാഹുവിന്റെ പട്ടാളം വരുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ സൈന്യം വരുമടാ ചെറുപ്പക്കാരാ. നിന്റെ ജനാസ ചുമക്കാർ സിറാജ് വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. ആ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ പടച്ചവനെ വല്ലാത്ത മരണമായിരുന്നു. കണ്ടവർ പറയുന്നു, എന്തൊരു പ്രകാശമാ എന്തൊരു പ്രകാശമാ സഅദ്. ഉറങ്ങുകയാണോ സഅദ്? സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കണ്ടവര് പറയുകയാണ്, അവിടുത്തെ ജനാസ കഫം പൊതിഞ്ഞു, മയ്യത്ത് കെട്ടിലേക്ക് എടുത്തു വെച്ചു. സ്വഹാബത്ത് അവിടുന്ന് ജനാസ കൊണ്ടുപോകുമ്പോ അവർ പരസ്പരം പറയുന്നു, ഭാരമില്ല, 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 മയ്യത്തിന് ഭാരമില്ല. സഹാബത്ത് നോക്കുമ്പോ അള്ളാന്റെ റസൂല് തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. നബിതങ്ങൾക്ക് സ്ഥലമില്ലടോ. അള്ളാഹുവിന്റെ പ്രവാചകന് തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്തു പറ്റി നബിയേ? തള്ളവിരൽ കുത്തികെട്ട് നടക്കുന്നല്ലോ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, മലക്കുകൾ ഇറങ്ങി വന്നു. സഹാബാ, തിരക്കാ സഹാബാ, കാലുകുത്താ സ്ഥലമില്ല സഹാബാ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ അവരുടെ തള്ളവിരൽ കുത്തികെട്ടാണ് നടന്നു പോയത്. പടച്ചുറപ്പേ, അതാ കബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച 10 മക്കളോട് പറയുകയാ, ഇവരുടെ മാതാപിതാക്കളോട് പറയുകയാ, ഇവരുടെ മഹത്വം നിങ്ങൾക്കറിയില്ലടോ. പടച്ചവനെ, മണ്ണിന് പോലെ സുഗന്ധമാ, മണ്ണിന് പോലെ സുഗന്ധമാ. കബർ കുഴിക്കുന്ന മനുഷ്യനെ കബറിനടിയിൽ നിന്ന് അവസാനം ഇങ്ങനെ തൂത്തുവാരുകയാണ്. ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാ. ജനാസ കബറടക്കി വീട്ടിലേക്ക് പോയി മണ്ണെടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. രാത്രിയായപ്പോ വീടിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ, വല്ലാത്ത സുഗന്ധമാ. എവിടെ നിന്നാണ് റബ്ബേ, എവിടെ നിന്നാണ് റബ്ബേ എന്റെ വീടിന്റെ അകത്ത് സുഗന്ധമടിക്കുന്നത്? കബർ കുഴിക്കുന്ന മനുഷ്യൻ ചെന്ന് നോക്കുമ്പോ കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാണ്. ആ സഅദ് തങ്ങളുടെ കബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണിന് പോലെ സുഗന്ധമാണ്. പടച്ചവരെ, ഈ കബർ കുടിച്ച മനുഷ്യൻ സ്വപ്നം കാണുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ,
എങ്ങനാ സഅദ്, എന്ത് നന്മ ചെയ്തിട്ടാ സഅദ് നിനക്ക് അല്ലാഹു ഇങ്ങനെ ഒരു മരണം തന്നത്? സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാ, ഞാൻ ഓതിയ ഖുർആൻ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പ്, ഇതിന് പകരം എന്റെ റബ്ബ് എനിക്ക് തന്ന പ്രതിഫലമാ. അതുകൊണ്ട് സഹോദരങ്ങള്, വെറുതെയാകില്ല, വെറുതെയാകില്ല. അല്ലാഹുവിന്റെ ഖുർആനാ മോരെ, മുറുകെ പിടിച്ചോ ചെറുപ്പക്കാരാ. നാളെ അല്ലാഹു ഖുർആനിനോട് പറയും, നിനക്കിഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്കാ, നിനക്കിഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്കാ. ആ ഖുർആൻ കൊണ്ടുപോകുമടോ, ആ ഖുർആൻ നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റജബ് മാസമാണ്, തീരാ പോവുകയാണ്, ഇനി ശഅബാൻ വരാ പോവുകയാണ്. അതാ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമളാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാ. മാറണേ വാപ്പാ, മാറണേ ചെറുപ്പക്കാരാ. പെങ്ങളെ, ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട സമയം കഴിഞ്ഞു മോളെ. പ്രായം കുറെ ആയില്ലേ, വയസ്സായില്ലേ, മുടി നരച്ചില്ലേ, ഒരുപാട് പേരുടെ മയ്യത്ത് കണ്ടില്ലേ. ഇനി എന്നാ ജീവിതത്തിൽ മാറ്റം വരുന്നത്? ഇനി എന്ന് നന്നാകാനാ, ഇനി എന്ന് നന്നാകാനാ, ഇനി എന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണ്, ഖുർആനിനെ ബഹുമാനിക്കണ്, ഖുർആനിനെ ആദരിക്കണ്. ഒന്നുമില്ലാതെ തുടരുത്. കിബിലയുടെ നേരെ ഇരുന്ന് വേണം പാരായണം ചെയ്യാറ്. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ, ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ. അത് അല്ലാഹുവിന്റെ കലാമാ. അതുകൊണ്ട് അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. രണ്ട്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. മൂന്നാമത്തെ ശിക്ഷ എന്താ? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. قال رب لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. الله നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.